അത്തം നക്ഷത്രവും മംഗളവാരവുമായ ഈ പുണ്യദിനത്തിൽ കൃത്യം 12 മണിക്ക് തന്നെ ഇവിടെ എത്തുവാനും ഉള്ള മനോഹരമായ പഞ്ചവാദ്യം ആസ്വദിക്കുവാനും അല്പസമയം ഒരു അക്ഷരപൂജ നടത്തുവാൻ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്ത സൗഭാഗ്യത്തിന് മുന്നിൽ നമസ്കരിക്കുക. ക്ഷേത്ര ഭാരവാഹികളായ ശ്രീ അനിൽ ജോയി, ശ്രീ സജി, ശ്രീ ദിനേശൻ, ശ്രീ നടരാജൻ ജ്യോത്സ്യർ, ശ്രീ സത്യനേശൻ, ശ്രീ ഉദയകുമാർ, ശ്രീ ചിദംബരം, എല്ലാവരുമായും അടുത്ത ഇടപഴകാൻ ചിങ്ങമാസത്തിൽ ഒരാഴ്ച ശ്രീ മഹാഭാഗവത സപ്താഹയജ്ഞവുമായി ഇവിടെ ഉണ്ടായിരുന്നു. 2006 മുതൽ ഈ ക്ഷേത്രവുമായി ഒരു ബന്ധം പുലർത്തുന്ന ആളെന്ന നിലയിൽ ഭഗവതിയുടെ അനുഗ്രഹവും കൃപയും കടാക്ഷവും ദയയും വാത്സല്യവും ഒക്കെ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ പന്മന യുവജന സമിതി ഇങ്ങനെ ഒരു പ്രഭാഷണം കൂടി വേണം എന്നാഗ്രഹിക്കുകയും ക്ഷേത്ര ഭാരവാഹികൾ അങ്ങനെ ഒരു സമയം നിശ്ചയിക്കുകയും ചെയ്തത് ആധ്യാത്മിക രംഗത്ത് പൂർണ്ണസമയം പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കൊക്കെ അമ്മയുടെ തൃപാദങ്ങളിൽ ഒരു പുഷ്പാർച്ചന നടത്തുന്ന പ്രതീതിയാണ്. അമ്മയുടെ മുന്നിൽ പഞ്ചവാദ്യം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീ ഉദയൻ നമുക്ക് അന്നപ്രസാദം കൂടി കഴിച്ചിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോഴും അമ്മ അന്നപൂർണേശ്വരിയായി നമ്മെ അതിന് നിയോഗിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ആരോഗ്യദായിനിയായി, മഹാലക്ഷ്മിയായി, സരസ്വതി ദേവിയായി, ഭദ്രകാളിയായി, അന്നപൂർണേശ്വരിയായി എന്ന് വേണ്ട, പ്രകൃതിയെ സമസ്ത മേഖലകളിലും അനുഗ്രഹിക്കുന്നത് ദേവിയാണ്. ദേവിക്ക് മുകളിൽ വേറൊരു ശക്തിയില്ല. സരസ്വതി ദേവിയോടൊപ്പം ബ്രഹ്മദേവനും മഹാലക്ഷ്മിയോടൊപ്പം മഹാവിഷ്ണുവും പാർവതീ ദേവിയോടൊപ്പം പരമശിവനും മഹാഗണപതിയും സുബ്രഹ്മണ്യനും അഗ്നിദേവനും യമധർമ്മനും നിരുതിയും വരുണനും വായുദേവനും കുബേരനും ഈശാനനും ദേവേന്ദ്രനും എല്ലാം ആ തൃച്ചേവടികളിൽ നമസ്കരിച്ച് ശിരസ് നമിച്ച് കൈകൂപ്പി നിൽക്കുകയാണ്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തി. അതിനെ ഏത് പേരിൽ വിളിച്ചാലും ഒന്ന് തന്നെയാണ്. വീട്ടിൽ അമ്മ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പണ്ട് അമ്മ ഭദ്രകാളിയാവുന്നത് എന്താ അമ്മയെന്നാണ് ഇന്ന് ചോദിക്കുന്നത്. ദേഷ്യപ്പെട്ട അമ്മ ഭക്ഷണം തരുമ്പോൾ അമ്മ അന്നപൂർണേശ്വരിയാണ്. സ്കൂളിൽ പോകാൻ വണ്ടിക്കൂലി തരുമ്പോൾ അമ്മ മഹാലക്ഷ്മിയാണ്. വൈകിട്ട് ഗൃഹപാഠം ചെയ്യാൻ സഹായിക്കുമ്പോൾ അമ്മ സരസ്വതി ദേവിയാണ്. രാത്രിയിൽ കൂടെ കിടത്തി ഉറക്കുമ്പോൾ ഉറങ്ങുന്ന മക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന ദുർഗാദേവിയാണ്. അതുകൊണ്ട് തന്നെ ദേവീഭാഗവത്തിൽ പറയും, ഏത് ദേവീക്ഷേത്രത്തിൽ വന്നാലും രാവിലെ വരുമ്പോൾ സരസ്വതി ദേവിയായി, ഉച്ചയ്ക്ക് വരുമ്പോൾ മഹാലക്ഷ്മിയായി, വൈകിട്ട് വരുമ്പോൾ പാർവതീ ദേവിയായും പ്രാർത്ഥിക്കാം. വീട്ടിലെ അമ്മയെ കാണുന്നത് പോലെ പ്രകൃതിയിലെ അമ്മയെയും കാണാം. വീട്ടിലെ അമ്മ കുറച്ചു കാലമേ നമ്മളോടൊപ്പം ഉണ്ടാവും. പക്ഷെ ജഗത്തിൻ്റെ അമ്മ എന്നും നമ്മളോടൊപ്പം ഉണ്ടാവും. നമ്മളോടൊപ്പം മാത്രമല്ല, നമ്മളുടെ അടുത്ത 7 തലമുറയോടൊപ്പം ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന്, കുലത്തിൻ്റെ നിലനിൽപ്പിന് ദേവീ പൂജയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ വിധിച്ചത്. ദേവിക്ക് പ്രാധാന്യം കൊടുത്ത പുരാണങ്ങൾ ദേവീ ഭാഗവതവും
മാർക്കണ്ഡേയ പുരാണവും ബ്രഹ്മാണ്ഡ പുരാണവും ഒക്കെയാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെയാണ് നമ്മൾ ജപിക്കുന്ന ലളിതാ സഹസ്രനാമം. ദേവീ ഭാഗവതത്തിലെയാണ് ഗായത്രി സഹസ്രനാമം. മാർക്കണ്ഡേയ പുരാണത്തിലെയാണ് നമ്മളെപ്പോഴും ജപിക്കുന്ന സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അമ്പകം കണ്ണാണ്. 3 കണ്ണുകൾ ഉള്ളവളെ, ഒരു കണ്ണ സൂര്യൻ, ഒരു കണ്ണ ചന്ദ്രൻ, ഒരു കണ്ണ ദീപം. ആ 3 കണ്ണുകളുള്ള ഭഗവതി ഈ പ്രകൃതിയിലെ മുഴുവൻ ജീവജാലങ്ങളെയും പ്രപഞ്ചശക്തികളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. സൂര്യൻ കൃത്യമായി കിഴക്കേ ചക്രവാളത്തിൽ ഉദിക്കുന്നു, വൈകിട്ട് അടുത്ത രാജ്യത്തേക്ക് പോകുന്നു. വെളുത്ത പക്ഷത്തിൽ ചന്ദ്രൻ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുന്നു. കറുത്ത പക്ഷത്തിൽ രാവിലെ നോക്കിയാൽ ആകാശത്ത് ചന്ദ്രനെ കാണാം. പിന്നെ സൂര്യൻ വരുന്നത് കൊണ്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ. നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും. ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവ്. ആകാശത്തിൽ രാത്രിയിൽ നമ്മൾ കണ്ട നക്ഷത്രജാലങ്ങളും ചന്ദ്രനുമൊക്കെ അപ്പോഴും അവിടെ ഉണ്ട്. സൂര്യൻ വരുന്നത് കൊണ്ട് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ആ ശക്തിയാണ് കടലമ്മയെയും ജഗത്തിനെയും ഒരേ സമയം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കരയിലെ കാര്യമാണെങ്കിൽ അന്തരീക്ഷത്തിനപ്പുറത്ത് മുകളിലേക്ക് ഭൂമി, സ്വർഗം, അന്തരീക്ഷം, ജനലോകം, തപോലോകം, മഹർലോകം, സത്യലോകം, താഴോട്ടേ ലോകം, മതലം, വിതലം, സുതലം, തലാതലം, പതാളം, ഇങ്ങനെ 14 ലോകങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയെ ക്രൈസ്തവർ യേശുദേവ എന്ന് വിളിക്കുന്നു, മുസൽമാൻ അള്ളാ എന്ന് വിളിക്കുന്നു, നമ്മൾ ദേവി എന്ന് വിളിക്കുന്നു. മറ്റ് 2 മതങ്ങളും അവരുടെ ദേവാലയങ്ങളോടും അവരുടെ ഗ്രന്ഥങ്ങളോടും കാട്ടിയ താല്പര്യവും നന്ദിയും കടപ്പാടും കൂറും സ്നേഹവും നമുക്ക് ദേവാലയങ്ങളോടും ദേവീദേവന്മാരോടും നമ്മുടെ ഗ്രന്ഥങ്ങളോടും കാട്ടാൻ സാധിച്ചില്ല എന്നത് നമ്മുടെ ഒരു വലിയ കുറവായി. ബൈബിൾ ഇല്ലാത്ത ക്രൈസ്തവ വീടുകളില്ല, ഖുറാൻ ഇല്ലാത്ത മുസൽമാന്മാരുടെ വീടുകളില്ല, നമ്മുടെ പുരാണങ്ങളില്ലാത്ത വീടുകളാണ് ഹിന്ദുക്കളുടെ വീടുകളിൽ ഭൂരിഭാഗവും. രാമായണം, മഹാഭാരതം ഒരാവർത്തി വായിക്കാത്ത ഒരു തലമുറ, ഭാഗവതവും ദേവീ ഭാഗവതവും ഒരാവർത്തി സമ്പൂർണമായി വായിക്കാൻ കഴിയാത്ത ഒരു സമൂഹം. ഞാൻ ഇന്നലെ ഓച്ചിറയിലും അത് സൂചിപ്പിച്ചു. ഇന്നലെ ദേവീ ഭാഗവത നവായജ്ഞം പൂർത്തീകരിച്ച ആറാട്ടുപുഴയ്ക്കടുത്തുള്ള കള്ളിക്കാട് ശിവനട ശ്രീ ശിവ ദേവീ ക്ഷേത്രത്തിലും അത് സൂചിപ്പിച്ചു. ഇവിടെയും നമ്മൾ ചിങ്ങമാസത്തിൽ യജ്ഞം നടത്തിയപ്പോൾ നമ്മൾ പരാമർശിച്ചു, നമ്മുടെ കുട്ടികൾ ഈ വക കാര്യങ്ങളോട് താല്പര്യം കാട്ടിയില്ലെങ്കിൽ നാളെ അവർ ഭാര്യയും ഭർത്താവും അമ്മയും അച്ഛനും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ആവുമ്പോൾ ജീവിതത്തിൽ ആടി ഉലയാതെ ഇരിക്കണമെങ്കിൽ ഒരു വർഷം, ഓരോ വിദ്യാലയ വർഷവും 1000 രൂപയുടെ പുസ്തകങ്ങൾ നമ്മൾ ആ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ജീവിതത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ, പരീക്ഷയ്ക്ക് ജയിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിലും അവർ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ പരമശിവനും പാർവതിയും മക്കളും, മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും, ശ്രീരാമചന്ദ്രനും സീതാദേവിയും, ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒക്കെ ആ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുകൂടി അവർ മനസ്സിലാക്കണം. അമ്മയോടും അച്ഛനോടും കുട്ടികൾ പെരുമാറുന്നത്, ഭർത്താവിനോട് ഭാര്യ പെരുമാറേണ്ടത്,
ചേട്ടനോട് അനിയൻ പെരുമാറേണ്ടത് ദുഷ്ടനോടും ശിഷ്ടനോടും ശത്രുവിനോടും മിത്രത്തിനോടും എങ്ങനെ പെരുമാറണമെന്ന ഒരു ജീവിത സന്ദേശം ഈ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാതെ, മദ്യപാനം നടത്താതെ, വിവാഹമോചനം നടത്താതെ, കുടുംബത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ദേവീദേവന്മാർ അനുഭവിച്ച ത്യാഗം, കഷ്ടപ്പാട്, അവർ കേട്ട അപവാദം, അവരെ പ്രസവിച്ച മാതാപിതാക്കൾ അനുഭവിച്ച ബുദ്ധിമുട്ട്, വിഷമം, ഇവരൊക്കെ ഈശ്വരന്മാരാണോ എന്ന് പോലും സംശയിക്കത്തക്ക നിലയിലുള്ള ജീവിത കർമ്മങ്ങൾ. അവിടെയൊക്കെ അവർക്ക് പ്രചോദനവും ശക്തിയും പകർന്നു നൽകിയത് ദേവിയാണ് എന്ന് എല്ലാ ഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കും. രാവണവധം അങ്ങക്ക് നടത്തണമെങ്കിൽ ദേവി ഉപാസന വേണം എന്ന് ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറയുന്നത് നാരദനാണ്. 9 ദിവസം ആ ദേവി ഉപാസന നടത്തി ദേവി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചത് കൊണ്ടാണ് പടക്കളത്തിൽ നിന്ന് പതറിയ ശ്രീരാമചന്ദ്രനെ അനുഗ്രഹിക്കാൻ ഗുരുനാഥനായ അഗസ്ത്യൻ വരുന്നതും അഗസ്ത്യൻ ആദിത്യ ഹൃദയം മന്ത്രം ഭഗവാന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷിവൃന്ദങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു എൻ്റെ പത്മലാക്ഷിയെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്ന ശ്രീരാമചന്ദ്രൻ അനുഭവിച്ച കുടുംബജീവിതത്തിൻ്റെ ചില ദുഃഖങ്ങൾ സാധാരണ ജനങ്ങൾക്കില്ലല്ലോ എന്ന് ആശ്വസിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്താനുള്ള മനസ്സിൻ്റെ ധൈര്യം പകരുന്ന സന്ദേശം. യുദ്ധത്തിന് പോയ സമയത്ത് അച്ഛൻ ദശരഥൻ നിന്ന തേരിൻ്റെ ആക്സിൽ അച്ചാണി ഊരിപ്പോയപ്പോൾ അമ്മ കൈ വിരൽ കടത്തി അച്ഛനെ രക്ഷിക്കുകയും വിജയിപ്പിക്കുകയും ആ ത്യാഗം സഹിച്ച അമ്മയ്ക്ക് അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ ഭരതനെ രാജാവാക്കുകയും ഞാൻ കാട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തത് തെറ്റല്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു മകനെ, കൗസല്യയ്ക്ക് അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്ന ഒരു മകനെ നമുക്ക് രാമായണത്തിൽ കാണാം. അച്ഛനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ചേട്ടനെ രാജാവാക്കാൻ വന്ന ലക്ഷ്മണനോട് ഭൗതിക സുഖങ്ങളെല്ലാം വെള്ളത്തിലെ കുമ്പളയ്ക്ക് തുല്യമാണ്, നമുക്ക് ജന്മം നൽകിയ അച്ഛനെ പിടിച്ച് കെട്ടുന്നത് ധർമ്മമല്ലെന്നും, നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ തോന്നിയെങ്കിലും അച്ഛൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ജ്യേഷ്ഠന്റെ ഒരു മഹിമ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാൻ സാധിച്ചില്ല. അച്ഛനങ്ങ് എന്തുള്ളിൽ ഇച്ഛയെന്നാൽ അതങ്ങിച്ഛയെന്നുറച്ചിടണം അമ്മയും എന്ന കൗസല്യയോട് പറയുന്ന ശ്രീരാമചന്ദ്ര ഭഗവാന്റെ തത്വം കോളേജിൽ നമ്മുടെ കുട്ടികൾ പഠിച്ചില്ല. കാടുവാഴാൻ ഞാൻ മതി, നാടുവാഴാൻ ഭരതൻ വരട്ടെ എന്ന പറഞ്ഞ ഭഗവാന്റെ ഒരു തത്വം നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അമ്മയും അച്ഛനും പ്രായമാവുമ്പോൾ അവരെ വൃദ്ധസദനങ്ങളിലും അമ്പലങ്ങളിൽ നടക്കിരുത്തുന്നതും അച്ഛനെ കെട്ടിയിട്ടിട്ട് പൂട്ടിയിട്ടിട്ട് സ്ഥലം വിടുന്ന മകനെ പോലീസുകാർ കള്ളന്മാരെ പിടിച്ചുകൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരുന്നതും മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കൾ ഉണ്ടാവുന്നതും ഒക്കെ നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് നമ്മളാകുന്നത് കൊണ്ടാണ്. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്. അതൊക്കെ ആ നിലയിൽ ആക്കുന്നതിന് കഷ്ടപ്പെട്ട അമ്മയെയും അച്ഛനെയും എങ്ങനെ മാനിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത ഗ്രന്ഥങ്ങൾ പഠിക്കാഞ്ഞത് കൊണ്ടുണ്ടായ കുറവുകൾ പരിഹരിക്കാനാണ് ക്ഷേത്രങ്ങളിൽ ഇതേപോലെയുള്ള ചർച്ചകളും നടക്കുന്നത്. അപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അതിൽ വന്നിരിക്കുവാനോ ഈ ഗ്രന്ഥങ്ങൾ പകർന്നു തന്ന തത്വങ്ങൾ എന്താണെന്ന് അറിയാനോ ഒന്നും സാധിക്കാതെ പോയ ഒരു കുറവും നമ്മുടെയൊക്കെ സമൂഹങ്ങളിലുണ്ട്. ദേവീ ഉപാസന നമുക്ക് ശക്തിയും ഭക്തിയും ബുദ്ധിയും ശ്രദ്ധയും നൽകുന്നതാണെന്നും
കലിയുഗത്തിൽ നാമജപം മാത്രം മതിയെന്നും ദേവിയുടെ മുറ്റത്തിരുന്ന് ദേവിയെ വാഴ്ത്തി ദേവിയുടെ അനുഗ്രഹം, ദേവിയുടെ കൃപ, കടാക്ഷം, ദയ, വാത്സല്യം അതൊക്കെ നേടാൻ നമുക്ക് സാധിക്കുന്നത് ജീവിതത്തിലെ ഒരു വലിയ പുണ്യമാണെന്നും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത് ഇതുപോലെ ശക്തിയും വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ചു കൊടുക്കുകയും അതവരെ മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാട്ടിൽ മേക്കതിൽ അമ്മയെ പോലുള്ള മഹാശക്തിയുടെ സന്നിധാനത്തിൽ നമ്മൾ വന്ന് ആ പ്രാർത്ഥന സബലീകരിക്കുമ്പോഴാണ് നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് അമ്മ കാരണക്കാരിയാകുമ്പോഴാണ് ഒരു മുറ്റത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ഭക്തജനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഈ മുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഈശ്വരീയ ധർമ്മം സമൂഹത്തിൽ പാലിക്കാനും അത് അതേപോലെ നിലനിർത്താനും കഴിയുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കാണപ്പെട്ട ദൈവങ്ങളാണ് അമ്മയും അച്ഛനും. അവരില്ലെങ്കിൽ നമ്മൾ ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ കുലദേവത, അമ്മയുടെ കുലദേവത, നമ്മുടെ വീടിനടുത്തുള്ള ദേവത, നമ്മൾ താമസിക്കുന്ന ദേശത്തെ ദേവത, അവരെയൊക്കെ മാനിച്ച് ഇതേപോലെയുള്ള അവസരങ്ങളിൽ, ഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടെ, ഭക്തിയോടെ, ഒരു നിഷ്ഠയോടെ വൃശ്ചികമാസക്കാലത്ത് കാട്ടിൽ മേക്കതിൽ അമ്മയുടെ സന്നിധാനത്തിലെത്തി 12 ദിവസം പ്രാർത്ഥിച്ച് ഭജിച്ച് ഭുജിച്ച് ഈ അമ്മയുടെ മഹത്വത്തെ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ, മസ്തിഷ്കത്തിലേക്ക് ഉറപ്പിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അവസരമാണ് ഈ വൃശ്ചിക മഹോത്സവം ഇവിടെ കൊണ്ടാടുന്നത്. മണികെട്ടമ്പലം എന്ന നിലയിൽ പ്രശസ്തമായ വന്ന മണി കെട്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സാക്ഷാത്കരിക്കുന്ന ഒരു അനുഭൂതിദായകമായ, അനുഭവവേദ്യമായ മുഹൂർത്തം അവരുടെ ജീവിതത്തിൽ സംജാതമാകുന്നത് കൊണ്ടാണ് ധാരാളം പേർ ആ പ്രാർത്ഥന അർപ്പിക്കാൻ ഇവിടെ എത്തുന്നത്. അത് ദേവിയുടെ ഒരു വരദാനവും പ്രാർത്ഥനയ്ക്ക് ഫലം നൽകുന്ന കൃപയും കടാക്ഷവുമാണ്. ക്ഷേത്രം തന്ത്രി, മേൽശാന്തി, ഭാരവാഹികൾ, ഭക്തജനങ്ങൾ ഇങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ, ഒരു കുടുംബം നയിക്കുന്നത് പോലെ ആ ദേവിയുടെ മഹത്വത്തെ കൂടുതൽ അറിയിപ്പിക്കുവാനും അത് കൂടുതൽ പേർക്ക് ആസ്വാദ്യകരമാകാനും അനുഭവവേദ്യമാകാനും ഉത്സവകാലമാണ് പ്രയോജനപ്പെടുന്നത്. 12 ദിവസത്തിനും വലിയ പ്രാധാന്യമുണ്ട്. 7, 5, 12 എന്നാണ്. സപ്തധാതുക്കൾ കൊണ്ടാണ് ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. രസം, രക്തം, അസ്ഥി, മജ്ജ, ശുക്ലം, മാംസം, മേധസ്, 7 ധാതുക്കൾ. അതിൽ പഞ്ചപ്രാണന്മാർ കയറുകയാണ്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. മരിച്ചു കഴിഞ്ഞാൽ പോലും ആ പ്രാണനെ ശുദ്ധീകരിക്കാനാണ് സഞ്ചയനം നടത്തുന്നത്. പിന്നെ ഉപപ്രാണന്മാരുണ്ട്. നാഗൻ, കൂർമ്മൻ, ക്രകരൻ, ദേവദത്തൻ, ധനഞ്ജയൻ. അതിനാണ് 10ഉം 11ഉം നടത്തുന്നത്. പിന്നെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഭൂമി ഈ ശരീരം, ജലം ഇതിനകത്തുള്ള രക്തം, വിയർപ്പ്, തുപ്പൽ, മൂത്രം, അഗ്നി വിശപ്പ് ദഹിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ് ദേവിയുടെ അടുക്കൽ അരമണിക്കൂർ പഞ്ചവാദ്യം കേട്ടുകൊണ്ട് നിന്നപ്പോൾ പ്രിയപ്പെട്ട ശ്രീ ഉദയകുമാർ വന്ന് നമുക്ക് അന്നം കഴിച്ചിട്ട് ഇനി വരാം എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദേവി പറയുന്നത് പോലെ കേട്ട് അതിനെ അനുസരിക്കാൻ നമുക്ക് സാധിക്കും. ഏയ് വേണ്ട എന്ന് പറയുമ്പോൾ അന്നത്തെ നിന്ദിച്ചതിന് തുല്യമായി. അന്നം ഞാൻ നിന്ദിയ, അന്നത്തെ നിന്ദിക്കാൻ പാടില്ല. അന്നം ബഹുകുർവീത, അന്നം ധാരാളം ഉണ്ടാക്കണം. അന്നാദ്ഭവന്തി ഭൂതാനി, അന്നത്തിന് വേണ്ടിയാണ് എല്ലാ ഭൂതങ്ങളും നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ശ്രീ നാരായണ ഗുരുദേവൻ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് നമ്പുരാൻ എന്ന മഹാദേവനോട് നേരിട്ട് പറഞ്ഞു. പാർവതി ദേവിയോട് പറഞ്ഞാലും പാർവതി ദേവി മഹാദേവനോട് ചോദിക്കാതെ തരില്ല. വീട്ടിൽ വന്ന് നമ്മുടെ അമ്മയോട്, ഭാര്യയോട്, മകളോടൊരു കാര്യം പറഞ്ഞാൽ അമ്മ നമ്മുടെ അച്ഛനോടും ഭാര്യ ഭർത്താവിനോടും
മകൾ അച്ഛനോടും ചോദിക്കാതെ ഒരു കാര്യം ചെയ്യില്ലല്ലോ. അതൊരു കുടുംബസങ്കല്പത്തിന്റെ വ്യവസ്ഥയാണ്. അപ്പൊ പിന്നെ ആ മഹാദേവനോട് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മഹാദേവിയോട്, അന്നപൂർണേശ്വരിയായ പാർവതീ ദേവിയോട്, ഗണേശന്റെ അമ്മയായ ദുർഗയോട്, ഹിമവാന്റെ മകളായ ഹൈമവതിയോട്, പർവ്വതന്റെ മകളായ പാർവതിയോട് ഭഗവാൻ പറയും അവർക്ക് അന്നം കൊടുക്കും. ഒരു വലിയ ദർശനമല്ലേ? ആ സങ്കല്പത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മണ്ണാണ് ഈ മണ്ണ്. അതുകൊണ്ടാണ് ഗണപതി ആ സമയത്ത് വെള്ളവുമായി എത്തുന്നത്. അപ്പൊ എല്ലാവരുടെയും ധന്യാസങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കുവാനും ആ ഈശ്വരീയ ദർശനത്തിന്റെ മഹത്വത്തെ ചിന്തിക്കാനും നമുക്കൊരു ക്ഷേത്രം ആവശ്യമാണ്. ആ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് വന്നിരുന്ന് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയുടെ ഫലം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. അടുത്ത തലമുറയ്ക്ക് അത് അറിയിച്ചു കൊടുക്കുവാൻ ധാരാളം കർമ്മ പദ്ധതികൾ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ടുണ്ടാവണം. ആ ഈശ്വരീയ ദർശനത്തിന്റെ തത്വങ്ങളിലേക്ക് ചെന്നെത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ ഉണ്ടാവണം. പ്രാർത്ഥന സത്യമാണെന്ന് ചിന്തിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു ദേവാലയം ഉയർന്നതിൻ്റെ തെളിവാണ് കാട്ടിൽ മേക്കതിൽ ഭക്തജനങ്ങൾ ധാരാളം എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഫലമുണ്ടെന്ന് ജനങ്ങൾ അറിയുമ്പോൾ ധാരാളം ആളുകൾ ആ സംഗീതത്തിലേക്ക് വന്നെത്തുന്നതിന് കാരണമാകും. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ക്രൈസ്തവർ പള്ളിയെയും മുസൽമാൻ മോസ്കിനെയും ക്രൈസ്തവർ ബൈബിളിനെയും മുസൽമാൻ ഖുറാനെയും കേന്ദ്രീകരിച്ച് ഒരു തപസ് പോലെ ആ കൃത്യങ്ങൾ ചെയ്തതിൻ്റെ മഹിമ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച്, ഗ്രന്ഥങ്ങൾ കേന്ദ്രീകരിച്ച്, നാമം ജപിച്ച്, ഇവിടെ താമസിച്ച്, ഇവിടുത്തെ ഭക്ഷണം കഴിച്ച്, നമ്മുടെ ശരീരത്തിലേക്കും മസ്തിഷ്കത്തിലേക്കും മനസ്സിലേക്കും അത് ഒരുമിച്ച് സ്വാംശീകരിക്കുന്നതിൻ്റെ തത്വമാണ്. അതിന് കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കാനാണ് ഇതേപോലെയുള്ള സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും ക്ഷേത്ര ആചാരങ്ങളും പഞ്ചവാദ്യവും എഴുന്നള്ളത്തും പ്രദക്ഷിണവും ദീപാരാധനയും ഉഷപൂജയും ഉച്ചപൂജയും എല്ലാം അതിൻ്റെ വലിയ അംഗങ്ങളാണ്, അവയവങ്ങളാണ്. ശരീരത്തിൽ കണ്ണുകളും ചെവികളും മൂക്കും വായും നാക്കും കൈകളും കാലുകളുമൊക്കെ ഉള്ളതുപോലെ ഒരു ദേവാലയത്തിൻ്റെ ചൈതന്യത്തെ കൂടുതൽ അനുഭവവേദ്യമാക്കുവാൻ കഴിയുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ ഉത്സവകാലത്ത് നമുക്ക് ലഭിക്കുന്നത് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ, അതൊരു തപസ് പോലെ കാണാൻ, അത് ജീവിതത്തിലെ ഒരു നിഷ്ഠയാക്കി മാറ്റാൻ, ശരീരത്തിൻ്റെ വിശപ്പടക്കാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ, ശരീരത്തിൻ്റെ ദാഹമടക്കാൻ വെള്ളം കുടിക്കുന്നത് പോലെ, മനസ്സിൻ്റെയും മസ്തിഷ്കത്തിൻ്റെയും വിശപ്പും ദാഹവും അകറ്റാൻ നാമജപവും ക്ഷേത്രദർശനവും സത്സംഗവും നിർബന്ധമാണ് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു. ജീവിതത്തിൽ ഒരു നിയമം ഉള്ളതുപോലെ ഭൗതിക സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന നമ്മൾ ആ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പരാജയം വരുന്നത് പോലെ ആധ്യാത്മിക ജീവിതങ്ങളിലും ചില കുറവുകൾ വന്നാൽ അതിൻ്റെ കുറവുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഉണ്ടാവും എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിരുന്നു. നിങ്ങളൊരു ദേവാലയത്തിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും പോയി പ്രാർത്ഥിക്കുകയും സമ്പത്തിൻ്റെ, സമയത്തിൻ്റെ, സൗകര്യത്തിൻ്റെ ഒരംശം അവിടെ സമർപ്പിക്കുകയും അത് അടുത്ത തലമുറയ്ക്ക് പലിശ സഹിതം കൊടുക്കാൻ വീട്ടുകാർ മൺമറഞ്ഞു പോയാലും ദേവി ആ ദേവാലയത്തിൽ ഉണ്ടാവും എന്ന് അടുത്ത തലമുറയ്ക്ക് വിശ്വാസം നൽകാൻ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്. ആ ധർമ്മം പാലിക്കാൻ നമുക്ക് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ, അതിലേതെങ്കിലും ഒരു ഗ്രന്ഥം സമ്പൂർണമായി വായിക്കാനും അത് വീട്ടിൽ സൂക്ഷിക്കാനും അതിലെ ദേവിയാണ് ഞാൻ കാണുന്ന കാട്ടിൽ മേക്കതിൽ ഭഗവതി എന്ന് ചിന്തിച്ച് ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും കഴിയുമ്പോഴാണ് ആ പ്രാർത്ഥന സഫലീകരിക്കുന്നത്. വിദ്യാഭ്യാസ കാലത്ത് സ്കൂളിൽ പല പുസ്തകങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ച് മുന്നേറുന്നത് പോലെയും ജീവിതത്തിൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം ഈ ഓരോ കാലഘട്ടങ്ങളിലും
ജയിച്ച് മുന്നോട്ട് പോകാനുള്ള പദ്ധതികളാണ് ദേവാലയങ്ങളാകുന്ന യൂണിവേഴ്സിറ്റികളിലൂടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമാകുന്ന ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ഋഷീശ്വരന്മാർ പകർന്നു തന്നത്. അപ്പം അത് വായിക്കാൻ സാധിച്ചില്ലെങ്കിലും കേട്ടാലും മതി. ഒരു ജന്മം കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഒരാഴ്ചയോ 9 ദിവസമോ 12 ദിവസമോ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിലെ പ്രധാന തത്വങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് സാധിക്കും. അതിന് കഴിയുന്ന ധാരാളം മുഹൂർത്തങ്ങൾ നമുക്ക് ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടാകണം എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ സൂചിപ്പിച്ചത്. അതാണ് കാട്ടിൽ മേക്കതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തത്വങ്ങളിലേക്ക് ചെന്നെത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഉദാത്തമായ തത്വങ്ങൾ നമുക്ക് മനസ്സിലാവണം. ഇന്ന് രാവിലെയും ശ്രീ ദിനേശൻ എന്നെ വിളിച്ച് കൃത്യമായി എത്തണമെന്ന് സൂചിപ്പിച്ചിരുന്നു. 2:30 വരെ സമയമുണ്ടെന്നാണ് പറഞ്ഞത്. ദിനേശൻ ഉച്ചയ്ക്ക് പൂജകൾ കഴിഞ്ഞ് നമ്മളൊരു സത്സംഗം പോലെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് ഈശ്വരീയമായ ഒരു ധർമ്മത്തിൻ്റെ മഹത്വമായി കാണാനും അറിയാനും ഒക്കെ സാധിക്കുന്ന നിലയിലേക്ക് ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ഒരു പരിശ്രമം. അതിനാണ് ഇതേപോലെയുള്ള സന്ദർഭങ്ങളും ഒരുക്കുന്നത്. അവിടെ കൂടുതൽ വിനയത്തോടുകൂടി എളിമയോടുകൂടി നിൽക്കുന്നത് ഒരു മഹാശക്തിയുടെ മുന്നിലാണെന്നും ചെവികളുള്ള എത്രയോ പേർ കേൾക്കുന്നില്ല, കണ്ണുകളുള്ള എത്രയോ പേർ കാണുന്നില്ല, വായിൽ നാവുണ്ടെങ്കിലും എത്രയോ പേർക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. കണ്ണുകളെ കൊണ്ട് കാണിക്കുകയും ചെവികളെ കൊണ്ട് കേൾപ്പിക്കുകയും നാവിനെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശക്തിയായി കാട്ടിൽ മേക്കതിൽ ഭഗവതി ഞങ്ങളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ മുറ്റത്ത് വന്ന് 12 ദിവസം പ്രാർത്ഥിക്കുന്നു, ഭജനം പാർക്കുന്നു. ഇവിടുത്തെ അന്നപ്രസാദം കഴിച്ച് അതിലെ ഒരു തുള്ളി രക്തവും കൂടി ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. അന്തരീക്ഷശുദ്ധി, മനഃശുദ്ധി, പരിസരശുദ്ധി, ശരീരശുദ്ധി ഇതൊക്കെ പാലിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ ഈ സാധാരണ മാംസപിണ്ഡമായ ശരീരത്തെ ഉയർത്തുന്നു. മനസ്സിനെ, ഇല്ലാത്ത അവയവമായ മനസ്സിനെ മറ്റ് ദോഷങ്ങളൊന്നും ബാധിക്കാതെ നമ്മുടെ സമൂഹത്തിൽ, പ്രപഞ്ചത്തിൽ നന്മ എന്താണെന്ന് കാണിച്ചു തന്ന ചില തത്വങ്ങൾ അംഗീകരിച്ച് പോയാൽ അതുകൊണ്ട് നമുക്കൊരു ജീവിത വിജയം ഉണ്ടാകും എന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതിന് കഴിയുന്ന ചില സന്ദർഭോചിതങ്ങളായ കർമ്മങ്ങളാണ് ഉത്സവകാലത്ത് ആ മുറ്റത്ത് വിനിയോഗിക്കുന്നത്. അതിൽ എല്ലാം ഒന്നും നമുക്ക് പ്രായോഗികമാക്കാൻ ഒരു ജന്മത്തിൽ സാധിക്കുന്നില്ലെങ്കിലും 100-ൽ 30 നേടി ജയിക്കാൻ. ഇനി 100-ൽ 20 ഉള്ളൂ എങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ 10 മാർക്ക് കൂടി മോഡറേഷൻ കിട്ടി 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ എത്താൻ നമുക്ക് ചില ഘടകങ്ങൾ അനിപേക്ഷണീയമാണ്. അത് കൃത്യമായി പള്ളിയിൽ വരുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ അവിടെ ഒരു ആചാര്യനുണ്ട്, മുസ്ലിങ്ങൾക്ക് അത് അറിയിച്ചു കൊടുക്കാൻ കൃത്യമായി ഒരു പുരോഹിതനുണ്ട്. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അറിയിച്ചു കൊടുക്കാൻ ആഴ്ചയിലൊരിക്കലല്ല, മാസത്തിലൊരിക്കലല്ല, എല്ലാ ദിവസവും വൈകിട്ട് ഒരു അരമണിക്കൂർ ദീപാരാധന കഴിഞ്ഞൊരു അരമണിക്കൂർ ഒരു ക്ഷേത്രത്തിലിരുന്ന് ആ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയിച്ചു കൊടുത്താൽ ആദ്യം പറഞ്ഞ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്ത ചില കുറവുകൾ പരിഹരിക്കാൻ കഴിയും. ദൈവത്തെ തൊഴാതെ ഭർത്താവിനെ തൊഴുന്ന സ്ത്രീ പെയ്യട്ടെ മഴ എന്ന് പറഞ്ഞിടിൽ പെയ്തിടും മഴ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഗുരുക്കന്മാർ എഴുതിയ കൃതികൾ നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയായി. അവിടെ ഈശ്വരീയ ധർമ്മത്തിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ പോയ സുബ്രഹ്മണ്യനേക്കാൾ പ്രാധാന്യം അമ്മയെയും അച്ഛനെയും പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച ഗണപതി ഭഗവാൻ ഉണ്ടെന്ന് തെളിയിച്ച ഒരു മഹാസങ്കല്പം ഗണേശ പുരാണത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അമ്മയെ അച്ഛനെയും പ്രദക്ഷിണം ചെയ്യുന്നത് ലോകം മുഴുവൻ പോകുന്നതിനേക്കാൾ വലുതാണ് എന്ന് ഗണപതി പറഞ്ഞപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രധാന ദേവത ശ്രീകോവിലുകളിൽ ആരായാലും
കന്നിമൂലയ്ക്ക് മഹാഗണപതി കൂടി ഉണ്ടാവട്ടെ എന്നൊരു അനുഗ്രഹം അതിൽ നിന്ന് ലഭിച്ചു എന്ന ഒരു തത്വം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതല്ലേ വാസ്തവത്തിൽ? തീർച്ചയായിട്ടുമാണ്. അതുകൊണ്ടാണ് അമ്മയും അച്ഛനും ഗുരുവും കഴിഞ്ഞ് ദേവനും ദേവിയും ഉള്ളൂ എന്ന് ദേവന്മാർ പോലും ദേവിമാർ പോലും പറഞ്ഞത്. ഇപ്പൊ സത്യവാൻ എന്ന ഭർത്താവിൻ്റെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന യമധർമ്മനോട് സത്യവാന്റെ ഭാര്യ സാവിത്രി, അച്ഛനേക്കാൾ 100 ഇരട്ടി ശ്രേഷ്ഠത അമ്മയ്ക്ക്, അമ്മയേക്കാൾ 100 ഇരട്ടി ശ്രേഷ്ഠത ജ്ഞാനപ്രദൻ ഗുരുവിന് എന്ന് പറയുന്നുണ്ട്. പല ചോദ്യങ്ങളും ആവർത്തിച്ച് ചോദിച്ച് യമധർമ്മനെ പരാജയപ്പെടുത്തിയ ആ പെൺകുട്ടി ഭർത്താവിൻ്റെ ജീവൻ കൊണ്ടുപോകാൻ കയ്യിൽ വെച്ചിരിക്കുന്ന യമധർമ്മൻ്റെ കയ്യിൽ നിന്ന് ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു വാങ്ങിയ ഒരു മഹാസങ്കല്പം നമ്മൾ ദേവി ഭാഗവതത്തിൽ പഠിക്കുന്നുണ്ട്. എല്ലാ പുരാണങ്ങളിലും അത് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ദേവി ഹിമവാനോട് പറയുന്നുണ്ട്, ദക്ഷന്റെ മകളായി ഞാൻ വന്നു. ആദ്യം ദക്ഷായണിയായി. ഗുരുത്വമില്ലാത്ത ദക്ഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിരസ് വെട്ടിക്കളഞ്ഞ ആ സ്ഥാനത്ത് ആടിനെ ചേർത്ത് വെപ്പിച്ചവളാണ് ഞാൻ. അതുകൊണ്ട് അച്ഛ ഹിമവാനെ, ഇനി എന്നെ വിളിക്കുന്നത് നിങ്ങളുടെ മകൾ ഹൈമവതി, പർവ്വതൻ്റെ മകളായതുകൊണ്ട് പാർവതി എന്നാണ്. ദക്ഷനെ പോലെ അഹന്ത അങ്ങയ്ക്കുണ്ടാവരുത്. ഇതൊക്കെ നമ്മളോട് പറയുന്ന പോലെ തോന്നണമെന്നാണ്. അഹന്തയില്ലാതെ എളിമയോടുകൂടി വിനയത്തോടുകൂടി ജീവിച്ചാൽ മാത്രമേ ദേവീ കടാക്ഷം നമുക്ക് ലഭിക്കൂ. അതിനാണ് ദേവിയെ എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്ന പച്ചപ്പന്തലിൻ്റെ മുന്നിൽ കരിക്കും വാഴക്കുലയും കെട്ടിവച്ചിരിക്കുന്നു. നമ്മൾ പഠിക്കാനാണ്. ഓരോ പടല കുലയിൽ കൂടുന്തോറും വാഴക്കുല കുനിഞ്ഞു വരുന്നതായി മനുഷ്യ നീ കണ്ടോ? ഓരോ നാളികേരവും കുലയിൽ കൂടി വരുന്നതിനനുസരിച്ച് ആ കുല താഴ്ന്നു വരുന്നത് നീ കണ്ടോ? എന്നിട്ട് നിനക്കെന്താണ് കുനിയാൻ സാധിക്കാത്തത്? നിനക്കെന്താണ് എളിമയില്ലാത്തത്, വിനയമില്ലാത്തത്? നിന്റെ അഹന്തയാണ് നിന്റെ നാശത്തിന് കാരണം. അതുകൊണ്ടാണ് അഹന്ത വരാതിരിക്കാൻ ഒരു വരം തരണം എന്ന ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയത്. നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ നല്ലവർക്ക് നമ്മൾ ഒരു അഹംഭാവിയാണ് എന്ന് തോന്നരുത്, ഒരു ധിക്കാരിയാണ് എന്ന് തോന്നരുത്. അത് അനുഷ്ഠിച്ച് അനുഭവിച്ചറിയുന്ന കേന്ദ്രമാണ് ക്ഷേത്രം. അവിടെ എല്ലാ ദേവീദേവന്മാരും പ്രധാന ദേവതയുടെ മുന്നിൽ ശിരസ് നമിച്ചു നിൽക്കുന്നതും കൊടിമരച്ചോട്ടിൽ അഷ്ടദിക്പാലകന്മാർ ഇരിക്കുന്നതും ഒക്കെ ആ പ്രകൃതിയിലെ വിനയത്തെ, എളിമയെ സ്വാധീനിക്കുന്ന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. അത് വേറെങ്ങും പഠിപ്പിക്കില്ല. പ്രകൃതിയിൽ നിന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട മഹത്തായ തത്വങ്ങളാണ്. അതിലേക്ക് ചെന്നെത്താൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്ന ചില ശക്തികൾ ഈ പ്രകൃതിയിലുണ്ട്. അത് സുനാമി വന്നപ്പോഴും വെള്ളം ഇങ്ങോട്ട് അങ്ങനെ കയറി ഒന്നും നശിപ്പിക്കാതെ ഒരു പ്രത്യേക ഭാഗത്തുകൂടി ഒഴുകി പോകുന്നതും നമ്മൾ കണ്ടതാണ്. കടലിലെ വെള്ളത്തിൻ്റെ രുചി കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെ കിണറ്റിലെ വെള്ളത്തിന് ഉണ്ടാവുന്നില്ല. ഇതൊക്കെ ലോകം അറിഞ്ഞപ്പോഴാണ് അതിലേക്ക് ധാരാളം ആളുകൾ വന്നെത്തുന്നതും ആ ക്ഷേത്രത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ ചില പ്രത്യേക ആരാധനാ രീതികളും പ്രകൃതിയിലെ ചില പ്രത്യേക വൈശിഷ്ട്യങ്ങളുമൊക്കെയാണ് നമ്മളെ ആ ക്ഷേത്രവുമായി കൂടുതൽ അടുപ്പിക്കുന്നത്. അവിടുത്തെ ദേവതകളുമായി കൂടുതൽ ആത്മബന്ധം പുലർത്തുന്നതിന് കാരണമാവുന്നത്. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മുടെ അടുത്ത തലമുറ കൂടി അറിയണം. അമ്മൂമ്മയും അപ്പൂപ്പനും അച്ഛനും അമ്മയും ആ ക്ഷേത്രത്തിൽ ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഐശ്വര്യമായി കഴിയുന്നതെന്ന് നമ്മുടെ അടുത്ത തലമുറയിലെ കുട്ടികളും പഠിക്കണം. അത് പള്ളികളിലും മോസ്കിലും കൃത്യമായി ആചരിക്കുന്നുണ്ട്. കാരണം എന്താ? കുട്ടികളെല്ലാം കൃത്യമായി